അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ പെണ്ണുങ്ങളെ പേരിൽ നമ്മളെ പേരേക്ക് പോകട്ടോ. നേരെ ബസ് കയറിയിരിക്കണേ. അപ്പോൾ എൻ്റെ സൗണ്ടിന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് ആരോ എൻ്റെ കുരനേക്ക് പിടിച്ച പോലെയാണ്. തൊണ്ടവേദനയും പനിയുന്നു 2 ദിവസമായിട്ട്. എന്താ പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു ഓൻ്റെ വീഡിയോ വൈറലാക്കണം, അതുകൊണ്ട് 2-3 വീഡിയോ എടുക്കണം എന്നാണ് കണ്ടോ എന്നെ വിളിച്ചെത്തിയാണ്. അത് കഴിഞ്ഞിട്ട് ട്രാവൽസ് പോയി. ട്രാവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ പറഞ്ഞു എന്നോട് അവൻ്റെ നമ്മളെ വിസൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണേ. അപ്പോൾ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഈ ചെങ്ങായിയാണ് എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളാഞ്ചേരിത്തെ ബിരിയാണി സെൻറ്റർ ആയിക്കൂടെയാണ് പോയാൽ മതി. അപ്പോൾ അൺലിമിറ്റഡ് ബിരിയാണി സെൻറ്ററാണ്. ആരെങ്കിലും ആയിക്കൂടെയാണ് പോയാൽ ഓലൊക്കെ വിളിച്ച് വണ്ടിമേ കയറ്റും. ഇങ്ങോട്ട് കയറിക്കും പറഞ്ഞിട്ട് അങ്ങനെ പോലും മത്സരമാട്ടോ. അങ്ങനെ ബിരിയാണി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളാഞ്ചേരി കാർത്തിക തിയേറ്ററിൽ പോയിട്ട് സിനിമ ഉണ്ട്, റൊമാൻസ്. നല്ല ചിറിച്ച് ചാവാളൊരു സിനിമ. എന്തായാലും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പെണ്ണുങ്ങൾക്ക് മോതിരമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ നാട്ടിലുള്ള ജ്വല്ലറി കയറിയതാണ്. പച്ചക്കല്ലുള്ള മോതിരമാണെന്നാണ് പെണ്ണുങ്ങൾ പറഞ്ഞത്. എൻ്റെ കയ്യുമുള്ള ഈ കല്ലുണ്ടല്ലോ ഇതേമാതിരിക്കത്തെ കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതേമാതിരിക്കത്തൊന്നും എടുത്തെടുത്ത് കൊടുത്തു. ഓളൊരു പൂതിയല്ലേ, ഓളെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്ച്ചോറ് സെൻറ്ററിൽ പോയി. മക്കളെ അൺലിമിറ്റഡ് നെയ്ച്ചോറ് സെൻറ്റർ നമ്മളെ നാട്ടിലത്തെ ഫേമസ് സാധനം. അവിടെ പോയി. അവിടെയുള്ള പൊരിച്ച പീസും തിന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട. അത്രേ ഉള്ളൂ. ശരി, ടാറ്റ.